അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടടുത്ത് എഡിറ്റ് ചെയ്ത് ആ പ്രോംപ്റ്റിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അത് ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതിയോ? അല്ല, ആദ്യം നമ്മൾ പ്രോംപ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, പ്രോംപ്റ്റ് ക്രിയേറ്റ് ഇമേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മളൊരു പ്രോംപ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് എന്താ പറയുക, ഒരു എക്സ്പേർട്ട് ആയിട്ടല്ല ഇത് ജനറേറ്റ് പ്രോംപ്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഈ പ്രോംപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബ്രാൻഡ് നെയിം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഡിസൈൻ കൊടുത്തിട്ട് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറയാം. ആദ്യം ഒരു പ്രോംപ്റ്റ് നമുക്ക് ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് ആദ്യം നമ്മളൊരു ആ പോസ്റ്റർ അവിടെ ഇട്ടിട്ട് ഇതിനനുസരിച്ച് ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ പറയുന്നു. പ്രോംപ്റ്റ് തരാൻ പറയാം. ഓക്കെ, ഓക്കെ. അത് കഴിഞ്ഞ് ആ പ്രോംപ്റ്റിനകത്ത് നമ്മൾ ചേഞ്ചുകൾ കൊടുക്കുക. എന്തോ? അതെ, കമ്പനിയുടെ ലോഗോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ It sounds like a panic, isn't it? Okay, Sir Anthony McCoy, who would you like to ride? Who's going to win the 2026 Reynolds Cup National? സൗണ്ട് പോയി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സൗണ്ട് ബ്രേക്ക് ആയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പം ക്ലിയർ. ഹലോ. യെസ്, അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യാൻ. നമുക്ക് ഇത് തന്നെ ജസ്റ്റ് ഒന്ന് ജെമിനി യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഈ പ്രോംപ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മള് ജെമിനി കൊടുക്കുകയാണ്. ജെമിനി എന്താണ് തരുന്നത്, പിന്നെ ഇത് പുതിയൊരു പേജ് നമുക്ക് ഓപ്പൺ ചെയ്യാം. കൊടുത്തു. വേറെ ഡിസൈൻ നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് ഇതാണ് നമുക്ക് വേണ്ട ഡിസൈൻ നോക്കാം. ജോഷി സാർ ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ജെമിനി യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താ റമദാൻ കരീം എന്നുള്ള ഇതൊക്കെ തന്നെ ജെമിനിയോട് നമുക്ക് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഷിയാബ് സാറിനൊക്കെ മനസ്സിലായല്ലോ, നൂറുദ്ദീൻ ഓക്കെ, അതുപോലെ ജോജി സർ, പിന്നെ IT സൊല്യൂഷൻ സാറാണ്, അതുപോലെ എഞ്ചിനീയർ മുഹമ്മദ് അല്ലെ, ആരിഫ് ചിറ്റി. ഇതിൽ എത്ര പേര് നമ്മുടെ കോഴ്സിലോട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? ജോജി സർ ജോയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ? ഉണ്ട്, ചെയ്തിട്ടുണ്ടേ. വേറെ ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടോ? സൊല്യൂഷൻസ് ആരും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെ? ജോയി സർ ഓക്കെ, ജോയി സർ റെസ്പോൺസ് ഉണ്ട്, ബാക്കി ആളുകളൊന്നും പറയുന്നില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ നമ്മള് ഇതിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെ പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഇതേപോലെ ലൈവായിട്ട് ചെയ്യിപ്പിച്ച് നിങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് എടുക്കുന്ന ഒരു സെഷൻ ആയിരിക്കും. ഒരു 1 വീക്കിന്റെ സെഷൻ ആയിരിക്കും ഉണ്ടാകുക. ഇതിൽ പോസ്റ്റ് ഡിസൈനിങ് മാത്രമല്ല, അഡ്വാൻസ് ലെവലിലുള്ള കുറച്ചും കൂടി കൂടുതൽ പ്രോംപ്റ്റുകൾ കാര്യങ്ങൾ, ഈ പ്രോംപ്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം, അടിപൊളി ഡിസൈൻസ് എങ്ങനെ ഉണ്ടാക്കാം, നിങ്ങൾ ലോഗോ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം, പിന്നെ ഈ പോസ്റ്റേഴ്സിൽ എങ്ങനെ ചേഞ്ച് കൊണ്ടുവരാം, ഇന്ന എലമെന്റ് വേണ്ട അപ്പൊ അതെങ്ങനെ റിമൂവ് ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നുകൂടി അഡ്വാൻസ് ലെവലിലെ പ്രോഗ്രാം ആയിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ക്രിയേഷന്റെ
കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ടാവും, വീഡിയോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജെമിനിനെ കൊണ്ട് എന്ത് ചെയ്യാണ്, ഇവിടെ പ്രോംപ്റ്റ് ഉണ്ടാക്കിപ്പിക്കുകയാണ്. ജെമിനി നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് തരുന്നുണ്ട്. പ്രോംപ്റ്റ് എല്ലാം ഡിസൈൻ തന്നെ തന്നിട്ടുണ്ട് ജെമിനി. ഓക്കെ, ഇത് ജെമിനി ഉണ്ടാക്കി തന്നതാണ്. നമുക്ക് ലോഗോ അറ്റാച്ച് ചെയ്തിട്ടില്ല, അറ്റാച്ച് ചെയ്യാതെ നേരിട്ട് കൊടുത്താണ്. അപ്പൊ നമുക്ക് നമ്മൾ കൊടുത്ത ഡിസൈൻ ഇതാണ്. നമുക്ക് തന്നിട്ടുള്ള എന്താണ്, നമുക്ക് തന്നിട്ടുള്ളത് ജെമിനി തന്നിട്ടുള്ള ഡിസൈൻ ഇതാണ്. ഓക്കെ, ഇതെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അമ്മയുടെ പേരിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഇവിടെ ലോഗോ വേണമെങ്കിൽ ലോഗോ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം, അങ്ങനെ അടിപൊളിയാക്കി ചെയ്യാം. അപ്പോ ഇതുവരെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയോ? യൂസ്ഫുൾ ആയ ആളുകളൊന്ന് കൺസെപ്റ്റ് തരുമോ? ഇതില് നമുക്കിപ്പോ ഈ കമന്റ് ഉണ്ട്, ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നത്, അത് ഇംഗ്ലീഷിൽ അല്ലാതെ മലയാളത്തിൽ നമുക്ക് വോയിസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? മലയാളത്തിൽ കൊടുക്കാം, വിഷയമല്ല. മലയാളത്തിൽ വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതിയാ? പറഞ്ഞാൽ മതി. പറയുമ്പോ കറക്റ്റ് വരുന്നുണ്ടോന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും ചാറ്റ് ജിപിടി ആണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, പ്രോംപ്റ്റുകൾ ഇതിൽ പോസ്റ്റ് ഡിസൈൻ ചെയ്ത പ്രോംപ്റ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ടൂളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചാറ്റ് ജിപിടി ആണ്. പ്രോംപ്റ്റുകളൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ചാറ്റ് ജിപിടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഔട്ടുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചാറ്റ് ജിപിടി അടിപൊളിയാണ്, ജെമിനി അടിപൊളി. രണ്ടിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, ഏതാണ് ബെസ്റ്റ് ഔട്ട് തരുന്നത് എനിക്ക് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചില രീതിയിൽ ചില സമയത്ത് ജെമിനി ആയിരിക്കും അടിപൊളിയായിട്ട് തരുന്നത്, ചില സമയത്ത് ചാറ്റ് ജിപിടി ആയിരിക്കും അടിപൊളിയായി തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ടും കമ്പയർ ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ ചാറ്റ് ജിപിടി യൂസ് ചെയ്യാം, ഔട്ട് എടുക്കാൻ ജെമിനി യൂസ് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോ ഇത്രയും ഇപ്പൊ ഏകദേശം നിങ്ങളെ ബ്രാൻഡിൽ എങ്ങനെ നിങ്ങൾക്ക് അടിപൊളി പോസ്റ്റർ ഡിസൈൻ ചെയ്യാന്നുള്ളതിന്റെ ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്തത് നിങ്ങൾക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ ഇത് ഹെൽപ്പായോ? അതെല്ലാം കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മൾ കുറെ ആലോചിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കൊന്നും വേണ്ട, ഒരുപാട് ഡിസൈൻസ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അതുപോലത്തെ ഒരുപാട് അടിപൊളി വെബ്സൈറ്റുകളുണ്ട്, പല ഡിസൈൻസ് ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വേണ്ട ഡിസൈൻ എടുക്കുക, അതിനുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, യെസ്, എഞ്ചിനീയർ മുഹമ്മദിന് എന്താ പറയാനുള്ളത്? ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത അതിന്റെ റിപ്പീറ്റേഷൻ തന്നെ അല്ലത്? യെസ് സർ ആയിരുന്നു അല്ലേ? ഓക്കെ, അതെ, കഴിഞ്ഞ ഇതിന്റെ റിപ്പീറ്റേഷൻ തന്നെയാണ്. കഴിഞ്ഞതിൽ നിങ്ങൾ കയറിയിരുന്നോ? ഞാൻ കയറിയിരുന്നു. ഓക്കെ, തന്നെയാണ്. ഓക്കെ, ചെറിയ രീതിയിലൊരു നമ്മളൊരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ പ്രോംപ്റ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളത് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് പഠിക്കാൻ ഇപ്പൊ ഞാനൊരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? അപ്പൊ ഇത് എത്ര പേർക്ക് പഠിക്കാൻ, ഒരു പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്? ആർക്കെങ്കിലും ഉണ്ടോ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ പഠിക്കാന്നുള്ളത്? ജോജി സാറിനുണ്ട്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാൻ താല്പര്യം? ഉണ്ടോ? പ്രൊഫഷണൽ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ആരിഫാണോ പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ എന്നെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഒന്നുകൂടി പറയാം. കിനേറ്റ്സ് അക്കാദമി അക്കാദമിയുടെ ഫൗണ്ടറാണ്. അറൗണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് 25,000+ ഫോളോവേഴ്സ് ഉണ്ട്, ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ആയിട്ട്. ഏകദേശം 10,000-ലധികം കുട്ടികൾ നമ്മളെ അക്കാദമി വഴി പഠിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രിയേറ്റീവ് മെന്റർ ആണ്, അതുപോലെ കൺസൾട്ടന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഒരു എഞ്ചിനീയറും കൂടിയാണ്. ആളുകൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കില്ല് പഠിക്കുക, അതിലൂടെ നിങ്ങൾക്ക് ഇത് വെറും ഒരു സ്കില്ലായിട്ട് നിലനിൽക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് ഉപയോഗിക്കാം. ഈ സ്കില്ല് പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ഒരു മിനിമം ഇത്തരത്തിലുള്ള പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 300 മുതൽ 500 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റേഴ്സിനൊക്കെ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ജോലി എക്സ്ട്രാ വർക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ വർക്കുകൾ മെറ്റാഡ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വർക്കുകൾ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും മിനിമം ഒരു പോസ്റ്റിന് 300 രൂപകൾക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ വളരെ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യാം. ഒരു ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ
മറ്റുള്ള ടൂളുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഡിസൈൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് AI വന്നുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലായി ഇത് മാറി എന്നുള്ളതാണ്. പക്ഷെ ചെയ്യുന്ന ആളുകൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, അതിൽ പ്രൊഫഷണൽ ആകും നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് ഒരു മെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഗൈഡൻസോടുകൂടി പഠിക്കാൻ പറ്റും, പ്രാക്ടിക്കൽ ഗൈഡൻസ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഈ സ്കില്ല് വെച്ചിട്ട് അടിപൊളിയായിട്ട് പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പറ്റും അല്ലെ? കറക്റ്റ് റോഡ് മാപ്പ് ഉണ്ട്, പ്രാക്ടിക്കൽ ഗൈഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ടൂൾ മാത്രമല്ല, ജെമിനി പറഞ്ഞ ടൂൾ മാത്രമല്ല, ഐഡിയോഗ്രാം പറഞ്ഞ വേറെ ടൂൾ ഉണ്ട്, ക്ലൗഡ് പറഞ്ഞിട്ട് വേറെ ടൂൾ ഉണ്ട്, ഒരുപാട് ടൂളുകളുണ്ട്. ഇതിനേക്കാൾ അടിപൊളിയായിട്ട് പോസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂളുകൾ വേറെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു സ്കില്ല് പഠിച്ചാൽ ആ സ്കില്ലിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് അതിൽ മാറാൻ പറ്റും, നല്ല ഏർണിങ്സ് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, അപ്പൊ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്ട്രക്ചറായി ലേൺ ചെയ്യും എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പോസ്റ്റ് ഡിസൈനിങ്ങും അതുപോലെ AI വീഡിയോ ക്രിയേഷൻ ഒക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. ലൈവ് ഒരു 1 അവറിന്റെ ഡെയിലി 1 മണിക്കൂർ വെച്ചിട്ട് ഒരു വീക്ക് 1 വീക്കിന്റെ കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈവ് മെന്റർഷിപ്പ് ഉണ്ടാവും. ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആണ്, നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഔട്ട് കിട്ടുന്ന ലെവലിലാണ് നമ്മൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇരുത്തി ഓരോ ആളുകളെ ഇരുത്തി അവരുടെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ വിടുള്ളൂ. ആ ലെവലിൽ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാകുക. റിയൽ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്ത് പഠിപ്പിക്കുന്നുള്ളതാണ്. അഡ്വാൻസ്ഡ് പോസ്റ്റർ AI ഡിസൈനിങ് ആൻഡ് വീഡിയോ മേക്കിംഗ് എന്നുള്ള 7 ഡേ പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ എന്തൊക്കെ കവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഹൈ ക്വാളിറ്റി AI പോസ്റ്റ് ഡിസൈനിങ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. ഇതിൽ പ്രോംപ്റ്റിങ്ങിന്റെ ഫണ്ടമെന്റൽ എങ്ങനെ പ്രോംപ്റ്റ്, ഇപ്പോൾ ഈ പ്രോംപ്റ്റ് ഉണ്ടായത് കൊണ്ടാണ് ഇത്ര നല്ല ഔട്ട്പുട്ട് കിട്ടിയത്. ആ പ്രോംപ്റ്റുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. അതുപോലെ എങ്ങനെ പ്രോംപ്റ്റ് അതിലെങ്ങനെ ടെക്സ്റ്റ് എങ്ങനെ കൊടുക്കണം, വിഷ്വൽ എലമെന്റ്സ് എങ്ങനെ കൊടുക്കണം, ഇപ്പൊ ഓൾറെഡി ഉള്ള പോസ്റ്റേഴ്സിന് അതിന്റെ എഡിറ്റ് എങ്ങനെ കൊണ്ടുവരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കറക്റ്റ് AI വീഡിയോ ക്രിയേഷന്റെ വർക്ക് ഫ്ലോ കൃത്യമായിട്ട് പറഞ്ഞതും പല ഡിസൈൻസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള പറഞ്ഞതും പല രീതിയിൽ. ഇപ്പോൾ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ പോസ്റ്റേഴ്സ് വേറെ ഉണ്ട്, അക്കാഡമിക്കിന് വേണ്ടി വേറെ ഡിസൈൻസ് ഉണ്ടാവും അല്ലെ. ഓഫറുകൾ ഫുഡ് ഇൻഡസ്ട്രിക്ക് വേറെ ലെവലിലായിരിക്കും പോസ്റ്റർ ഡിസൈൻ ചെയ്യേണ്ടി വരിക. അതുപോലെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അട്രാക്ട് ചെയ്യുന്ന ഭാഗം ഏതാണ്, അട്രാക്ട് ചെയ്യാത്ത ഭാഗം ഏതാണ്, ഇങ്ങനത്തെ കുറെ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന സ്ഥലത്ത് വേണം ഏറ്റവും നല്ല ഹെഡ്ലൈൻസ് കൊടുക്കാനും. അപ്പൊ അത് കണ്ടെത്താൻ വേറെ ടൂളുകൾ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സെഷൻ ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും, ഇതിന്റെ ലൈഫ് ടൈം ആക്സസ് ഉണ്ടാവും, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടാവും, വല്ല റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ LMS പുതിയ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ 7 ഡേ വർക്ക്ഷോപ്പിന് നമ്മൾ എന്ത് സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്, AICT MSME അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ അക്കാഡമി 500-ലധികം കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട്, 10,000 കുട്ടികൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു കോഴ്സ് ഇപ്പൊ ചെയ്യാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കോഴ്സ് പഠിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇതില് ആരും റെഡി? ഇപ്പൊ ജോജി സാർ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ആരിഫ് സാർ, ബഷീർ സാർ, അതുപോലെ തന്നെ ബഷീർ സാർ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ആരുള്ള? ആരിഫ് സാർ ഉണ്ട്, അതുപോലെ തന്നെ ഷിയാബ് സാർ ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത്രയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ടൈപ്പ് ചെയ്താൽ ബാക്കി ആരെങ്കിലും പറയാം. ഹലോ, അങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെ സെലിബ്രേഷൻ പോസ്റ്റേഴ്സ്, അക്കാഡമിക് പോസ്റ്റേഴ്സ്, വർക്ക്ഷോപ്പ് പോസ്റ്റേഴ്സ്, ഈവന്റ് പോസ്റ്റേഴ്സ്, ബിസിനസ് പോസ്റ്റേഴ്സ്, മാർക്കറ്റിംഗ് ആൻഡ് AI വീഡിയോസ് ജനറേഷൻ അടക്കം വരും കേട്ടോ. ഓക്കെ, ഇതിന്റെ ഒരു ടോട്ടൽ നമുക്ക് ഇതിന്റെ വേർത്ത് ആക്ച്വലി ഒരു ഇങ്ങനെ ലൈവ് സെഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 7 ഡേ ലൈവ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. സർട്ടിഫിക്കേഷൻ വരുന്ന 1500ഓളം സർട്ടിഫിക്കേഷൻ, അതുപോലെ ലൈഫ് ടൈം ആക്സസ് ഉള്ള LMS ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, റെക്കോർഡിംഗ് സെക്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം ടോട്ടൽ 11,000 വേർത്ത് വരുന്ന ഒരു കോഴ്സാണ് ആക്ച്വലി ഇത് വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഓഫറിന് 5,000-നാണ് കൊടുക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ 1,999 ആണ്. ബട്ട് ഇപ്പൊ ഈ ലൈവായിട്ട് ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഫൈനൽ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് 999 ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ചെയ്ത ആളുകൾക്ക് റേറ്റ് കൂടിയിട്ടുണ്ട്. ഈ ലൈവ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ 999 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
7 ഡേ ഉണ്ടാവും, ലൈഫ് ടൈം ആക്സസും ഉണ്ടാവും, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെയ്യാൻ റെഡി ആണോ? ചെയ്യാൻ ഞാൻ QR കോഡ് തരാം. നമ്മള് 999 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാം, അതിന്റെ QR കോഡ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അത് ഒന്ന് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിലോട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന ആളുകൾക്ക് കേട്ടോ, ഇപ്പോ 8:40 സമയം, 8:45 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം റേറ്റ് കൂടും. ഓക്കെ, യെസ്, ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ആർക്കെങ്കിലും സംശയം എന്തെയുണ്ടോ? അപ്പൊ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിലോ കോഴ്സിന്റെ കാര്യങ്ങളിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാത്ത ആളുകൾക്ക് നമുക്ക് സമയമുണ്ട്, 5 മിനിറ്റ് സമയമുണ്ട്. 5 മിനിറ്റുള്ളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകൾക്ക് ലീവ് ചെയ്യാം കേട്ടോ. സാറിന് ലീവ് ചെയ്യാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. ആരിഫ് സർ, അതുപോലെ ഷാഫ് സർ, അതുപോലെ IT സൊല്യൂഷൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിപ്പോ ടൈം ഓൾറെഡി റീച്ച് ആൻസർ. ഇൻട്രസ്റ്റഡ് ആണ് ആരിഫ് സർ? കറക്റ്റ് 5 മിനിറ്റ് ആണ് സമയമുള്ള. 8:55 നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. യെസ്, ഷിയാബ് മൊയ്തു അതുപോലെ IT സൊല്യൂഷൻസ് എനിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി 3 മിനിറ്റ് കൂടി സമയമുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ വീഡിയോ ക്രിയേഷൻ എന്തെങ്കിലും കാണിച്ചു തരണമെങ്കിൽ അതും കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ അടിപൊളി ക്വാളിറ്റി ഉള്ള വീഡിയോസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ശരി. നമ്മുടെ അക്കാഡമിയുടെ പേജൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലൈറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിലിപ്പോ 2 പേരാണ് ഉള്ളത്, ഷിയാബ് സാറാണ്. ഇത് AI ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ സ്കില്ലൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ ഇത്തരത്തിലുള്ള കാറിന്റെ വീഡിയോസ് അല്ലെങ്കിൽ ഫുഡിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു സ്കില്ലാണ്. ഈ 7 വീഡിയോ ജനറേഷനിൽ ഇതിന്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് അടുത്തൊരു വീഡിയോ ആണ് AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെ
ഷൂട്ട് ചെയ്യുന്നത് ആ ലെവലിലുള്ള വീഡിയോ ആണ്. എത്ര സമയം നമുക്ക് ലാഭിക്കാം, എത്ര കോസ്റ്റ് ലാഭിക്കാൻ പറ്റും അല്ലെ? ക്യാമറ വേണ്ട, ആളുകൾ വേണ്ട, ലൈറ്റിംഗ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഈ സ്കില്ല് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ബേസിക്സ് ആണ് നമ്മൾ ഇതിൽ കവർ ചെയ്യുക. ബാക്കി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഇതിന് അഡ്വാൻസ് ലെവലിലെ പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇതിന് AI ക്രിയേറ്റഡ് വരികയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ടീമിലുള്ള ഒരാൾ ചെയ്ത് തന്നെയാണ്. റോയൽ എൻഫീൽഡ് ബൈക്കിന്റെ ഒരു പരസ്യമാണ്. കിട്ടുന്നതായിരിക്കും. നമ്മൾ ടൈം ഔട്ട് ആയിട്ടുണ്ട്. അപ്പം ഈ സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിൽ വെറും 45 സെക്കൻഡ് കൂടി ഉണ്ട്. അതിനുള്ളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Okay, anyway, thank you for your time. See you next class. Okay.